എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി യുദ്ധമാണ്. യുദ്ധം സേ പുതിയ കാറ്റഗറി കേട്ടോ. അതെ, യുദ്ധം ചെയ്യണം. പിന്നെന്താ? കാരണം തിന്മകൾ നമുക്കെതിരെ വരുമ്പോൾ നന്മപക്ഷത്ത് നിൽക്കുന്നവർ തീർച്ചയായും തിന്മയ്ക്കെതിരെ നിൽക്കണം. ഇത് തിന്മയും തമ്മിലുള്ള യുദ്ധമല്ല, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധം തന്നെയാണ്. നമ്മളെന്തായാലും നന്മയുടെ പക്ഷത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും. മലയാളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സിനിമ, അതെ, അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പോലെ. അതെ, അങ്ങനെ വരുന്ന നെഗറ്റീവിനെ കുറിച്ചല്ല പറയുന്നത്. അതല്ലാതെ കരുതിക്കൂട്ടി ലക്ഷ്യം വെച്ച് ഈ സിനിമ തകരണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് മുന്നേ പ്ലാൻ ചെയ്ത് കുറച്ച് പരിപാടികൾ വരുന്നുണ്ട്. ഒരു ഡൗട്ടും ആ കാര്യത്തിലില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് ഈ സിനിമയുടെ കേരള ഫസ്റ്റ് ഡേ കളക്ഷൻ പ്രീസെയിൽ തന്നെ 12 കോടിക്ക് മുകളിലുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഇത് ബുക്ക് മൈ ഷോയിൽ മാത്രമല്ല കേട്ടോ, മൊത്തത്തിലായിട്ട് 12 കോടിക്ക് മുകളിലുണ്ട്. ഈ 12 കോടിക്ക് ടിക്കറ്റ് എടുത്തവരുണ്ടല്ലോ, അതിനേക്കാളും മുകളിൽ, അതായത് ഡീഗ്രേഡിങ്ങിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 35-40 കോടിന്റെ ഡീഗ്രേഡിങ് വരുന്നുണ്ട്. അതെ, അതൊരു സത്യം കേട്ടോ. അത് കണക്കെടുത്ത് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്. ഈ സിനിമ ചിലപ്പോൾ ലൂസിഫർ വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അത്ര ഒന്നും ഇല്ല. അതായത് സ്റ്റോറി വൈസ് കേട്ടോ. അല്ലാതെ സിനിമയുടെ വലിപ്പം കൊണ്ട് ലൂസിഫറിന്റെ ഒക്കെ എത്രയോ മുകളിലാണെന്നറിയോ സിനിമ. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു തവണ ഇത് തിയേറ്ററിൽ കാണാനുള്ളതുണ്ട്. അതും ഈ ഭയങ്കര ഹാപ്പി ആയിട്ട് അതെ, തീർച്ചയായിട്ടും ഉണ്ട്. എന്നിട്ട് ഇതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു റിവഞ്ച് സ്റ്റോറിക്ക് അതിൻ്റെതായ ചില ട്രാക്ക് ഇട്ടു. അതൊക്കെ ഏത് രീതിയിൽ, അതിപ്പോൾ എന്ത് സംഭവിച്ചാലും ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചാണ്, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നുള്ള രീതിയിൽ വരുന്നത്. എന്നിട്ട് അതിലൂടെ പോകുന്ന ഏണി ഇപ്പുറത്തൂടി കളിച്ചു പിടിക്കും. ഇതിനകത്ത് എന്ത് സംഭവിച്ചാൽ ഇത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ ആ സാധനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അതിനൊക്കെ അർത്ഥം അതായത് അവരങ്ങനെയാണ്. അതെ, അല്ലാത്ത ഒരാൾക്ക് ഒരു നോർമൽ ഇപ്പം ഞങ്ങള് സിനിമ ഉണ്ട്, ഞങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല. സിനിമ പല രീതിയിലും പല രാഷ്ട്രീയം പറഞ്ഞു പോകാറുണ്ട്. അതൊക്കെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ ഉദ്ദേശിച്ചാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളവർ. പിന്നെ മാത്രമല്ല, ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തു കഴിഞ്ഞാലും പരിപൂർണമായി നല്ലതില്ല ഒന്നുമില്ല. എല്ലാത്തിലും മോശമുണ്ട്, നല്ലതുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോശം വശം, ഏതെങ്കിലും ഒരു പാർട്ടീൻ്റെ മോശം വശം ഏതെങ്കിലും ഒരു സിനിമയിൽ വരുമ്പോൾ കുറച്ച് പാർട്ടികൾക്ക് മാത്രം അത് പ്രശ്നമാണ്. അവരെക്കുറിച്ച് പറയാൻ പാടില്ല, അവരെക്കുറിച്ച് എതിർക്കാൻ പാടില്ല. ഇതെന്താ, അത് ഇന്ത്യയല്ലേ? അതൊക്കെ തന്നെയാണ് ആ സിനിമയിലും പറയുന്നത്. അതെ, അത് ഇന്ത്യയാണ്. അതിലാണ് സ്പോയിലറായി പോകും. അതിൽ മഞ്ജു വാര്യരുടെ സീന് തന്നെ അതാ സത്യം. അതിനാണ് അങ്ങനെ കോസ്റ്റ്യൂമേ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വന്നിരിക്കുന്നത് എന്താ, അതിനർത്ഥം എന്താണ്? അത് ശരിക്കും എന്തിനാണ് കൂച്ചുവലം കിട്ടുമെന്ന് കാണിക്കുന്നത്? ആ സീനിന്റെ അർത്ഥം എന്താണ് ശരിക്കും? അതുപോലും മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയൂലല്ലോ. എന്തിനാണ് അങ്ങനെ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്നത്? സത്യം, അത് രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് തന്നെയാണ്. അത് അങ്ങനത്തെ പറയാൻ പാടില്ല. ഇപ്പൊ ഇവിടെ അത് രാഷ്ട്രീയം സംസാരിച്ചാൽ എന്താ പ്രശ്നം? ഇന്ത്യയുടെ ഏറ്റവും വലിയ പോസിറ്റീവാണ് അവകാശം. അത് സംസാരിക്കാനുള്ള അവകാശം, എതിർക്കാനുള്ള അവകാശം, പ്രതിഷേധിക്കാനുള്ള അവകാശം. തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യണം. അതങ്ങനെ തന്നെയാണ്. ഇതിപ്പോ നമ്മള് ഡയലോഗ് പറഞ്ഞ ജനഗണമനല്ല ഡയലോഗ് പറഞ്ഞാലേ ചോദ്യം ചെയ്യുക വേണമെന്ന് പറഞ്ഞില്ലേ, ആ സാധനമാണ്. അതെ, തെറ്റുകൾ ഇങ്ങനെയുള്ളതിനകത്തൊന്നും എത്രയോ സംഭവങ്ങൾ നല്ലതിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നറിയോ സിനിമ വഴി പോലും. ഈ സിനിമ ഭയങ്കരമായിട്ട് സ്വാധീനം ചെലുത്തും നമ്മുടെ ലൈഫിൽ, നമ്മുടെ സ്വഭാവത്തിൽ. ഇപ്പോൾ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ സംഭവിക്കും. അതൊക്കെ ഓരോ സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വലിയൊരു വിഭാഗം തന്നെ ഏതാണ്ട് കൂടുതലും മെജോറിറ്റി പീപ്പിൾസ് കൂടുതലും അത് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ സമൂഹത്തെ ഈ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സിനിമക്ക് പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ? ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ് സിനിമയാണ് ഈ ലോകത്ത് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നുള്ള ധാരണയിലേക്ക് സിനിമ അങ്ങ് ബാൻ ചെയ്തേക്ക്. അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നും സംസാരിക്കേണ്ടി വരില്ല. പണ്ട് ഈ സിനിമയൊക്കെ വരുന്നതിന് മുന്നേ നാടകങ്ങളിലൂടെ പറഞ്ഞ കഥകളുണ്ട്. രാഷ്ട്രീയം, അന്നത്തെ രാഷ്ട്രീയമൊക്കെ അങ്ങനെ പറഞ്ഞു പോന്നിട്ടുള്ളതാണ്. എന്തിന് സിനിമകൾ ഇപ്പൊ ഈ അടുത്താണ് ഇങ്ങനെ സിനിമകളിൽ ഇത് വന്ന് ഒരു ഷെഡിയുടെ കളർ ഇന്നതായി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അല്ലേ? അതിനു മുൻപ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? കളർ ഓരോ രാഷ്ട്രീയ ഇത് അവരുടെ സ്വന്തമാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്നും വേറെ കളറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. റെഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്, നമ്മൾ കാവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത്. ചുവപ്പ് ഇടാൻ പറ്റില്ല, മഞ്ഞ ഇടാൻ പറ്റില്ല, പച്ച ഇടാൻ പറ്റില്ല.
എന്തെന്ന് കാലം എന്ന് പറയാം, എല്ലാവർക്കും എല്ലാ കളറുകളും യൂസ് ചെയ്യാം. അതൊക്കെ തന്നെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യ സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നും രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അല്ലാതെ കുറച്ച് മുൻപുള്ള നമ്മുടെ മലയാള സിനിമ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും അങ്ങനെയുള്ള സിനിമ ഇറങ്ങൂല അങ്ങനെയാണെങ്കിൽ. അതിലേക്ക് എന്തൊരു ശക്തമായിട്ടാണ് ഓരോന്നിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ടുള്ള കട്ടിക്ക് പറഞ്ഞിട്ടുള്ള സിനിമകളുണ്ട്. പിന്നെ ഇപ്പത്തെ ഒരു കാലം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സിനിമ വരുന്നില്ല. അതെ, ശരിക്കും രാഷ്ട്രീയം സംസാരിക്കുന്ന ഏത് സിനിമ ഇവിടെ മലയാളത്തിൽ ഇപ്പൊ ഈ അടുത്ത് വന്നിട്ടുള്ളത്? പിന്നെ ഇത് രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു മതം വിഭാഗത്തിന് മാത്രമുള്ളതാണോ ഇന്ത്യ? ഒരിക്കലും. മതത്തിനെ എതിർക്കുന്നവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും വിശ്വാസികൾക്കും അർദ്ധവിശ്വാസികൾക്കും എല്ലാവർക്കും ഉണ്ട്. അതത്രേ ഉള്ളൂ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെ. അത് സംസാരിക്കാനുണ്ട്, അവരെടുക്കുന്ന സിനിമകളിലൂടെ പറയാനുണ്ട്, നാടകത്തിലൂടെ പറയാനുണ്ട്. എന്തിന് ഒരു ചെറിയ ഒരു ഒരു റീല് ചെയ്യുകയാണെങ്കിൽ പോലും അതിലും രാഷ്ട്രീയം സംസാരിക്കാം. പിന്നെന്താ, ഇവിടെ ഒരാൾക്കും അടിയറവ് അല്ലെങ്കിൽ പതിച്ചു കൊടുത്തിരിക്കുന്ന സംഭവമൊന്നുമല്ല ഇതൊന്നും. നിയമമാണ് മുകളിൽ. നിയമത്തിന്റെ താഴെയാണ് ഏത് മതവും ഏത് മതത്തിലെ ഏത് ആൾക്കാരും ഉള്ളൂ. തീർച്ചയായിട്ടും. അത് അതിന് മുകളിൽ, അതായത് നിയമത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു മതവും ഒരു ദൈവം ഇന്ത്യയിലില്ല. അത് അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് ചിലവര്, പക്ഷെ അതല്ല സത്യം. അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ട് എന്നിട്ട് അതിന്റെ ഒരു വഴിക്ക് ഒരു വിഭാഗം ആൾക്കാര് ഒരു സിനിമയെ അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. അത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്താ പറയാ, കേരളം, പ്രബുദ്ധ കേരളം എന്ന് പറയുന്ന കേരളത്തിലെ ആൾക്കാർ തന്നെ ഇതിനെതിരെ ഈ ഒരു സംഭവം പറഞ്ഞ് ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു സിനിമേന്റെ പേരും പറഞ്ഞിട്ടാണെന്ന് ആലോചിച്ച് നോക്കണം. അത് വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന രാഷ്ട്രീയത്തില് അവരെ ഇന്നതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കാം, അവർ തെറ്റ്, ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവും. ഇപ്പൊ എത്ര സിനിമകള്, പ്രൊപ്പഗണ്ട സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ സിനിമകളില് ഇതൊക്കെ അവരുടെ അവകാശങ്ങൾ തന്നെയാണ്, അങ്ങനെ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് അതിനൊന്നും പ്രശ്നം വരുന്നില്ല. ചെറുതായിട്ട് അതൊക്കെ ആഘോഷിക്കുകയാണ്, കൊണ്ടാടുന്നു. എന്നിട്ട് അത് അങ്ങനെയാണെന്നുള്ള വരുത്തി തീർക്കുന്നു. ഇപ്പൊ ചാവ സിനിമ ഇറങ്ങിയിട്ട് അതില് ഇതിന്റെ കോട്ടയില് സ്വർണം തപ്പി ഇറങ്ങിയ ആൾക്കാരവിടെ ഇന്ത്യൻ ജനത. ഇതിനകത്ത് എന്താണെന്നറിയോ, അത്രേ ഉള്ളൂ. ഇവിടെ ഇരുന്നിട്ട് നമ്മള് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ പറഞ്ഞാലും ഇവർക്കൊക്കെ മനുഷ്യന്റെ അപ്പുറം അല്ലെങ്കിൽ മനുഷ്യബന്ധത്തിന്റെ അപ്പുറം മതം, രാഷ്ട്രീയം എന്ന സാധനം ഉള്ളിൽ കയറിയിരിക്കുന്ന ആൾക്കാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പൊന്മാൻ എന്ന് പറഞ്ഞ പൊന്മാൻ പറഞ്ഞ സിനിമയിൽ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അതായത് മതഭ്രാന്ത് പോലെ തന്നെയാണ് രാഷ്ട്രീയ ഭ്രാന്ത്, പാർട്ടി ഭ്രാന്ത് എന്നുള്ളത് കാണിച്ച ഒരു ക്യാരക്ടർ ഉണ്ട് അതിൽ. ആളോട് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആ പാർട്ടിക്കെതിരെ, ആ പാർട്ടി മൊത്തം എല്ലാവരും അങ്ങനെയാണെന്നല്ല, അതിലൂടെ ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന മെസ്സേജാണത്. സത്യം. അപ്പോൾ അത് ആ രീതിയിൽ കാണണം. അതുപോലെ തന്നെ എല്ലാത്തിലും, അത് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാ, എല്ലാവരും മോശമാണെന്നല്ല, എല്ലാവരും നല്ലതാണെന്നല്ല. എല്ലാ പാർട്ടിയിലും നല്ലതുകൊണ്ട് ഇത്ര വർഷം ചീത്തയുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്, പക്ഷെ അതിലൂടെ ചീത്ത കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അതെ. ഈ സംഭവങ്ങൾ ഒരു സിനിമയിലൂടെ പറഞ്ഞു എന്ന് കരുതിയിട്ടാണ്, പറഞ്ഞത് കൊണ്ടാണ് ഈ സിനിമ ഇത്ര ഡീഗ്രേഡ് ചെയ്യുന്നത്. ഇതിന് മാത്രം ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്ക്, ഇതിന് മാത്രം ഡീഗ്രേഡ് ചെയ്യപ്പെടാനുള്ള സിനിമയാണോ അത്? ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും ബഡ്ജറ്റിൽ വരുന്നൊരു സിനിമ, അത് അതിൻ്റെതായ വലിപ്പം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഞങ്ങൾ സത്യത്തിൽ പറയാം, ഞങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ, നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ നിന്ന് KGF, RRR, ബാഹുബലി, ഇതൊക്കെ പോലെ വലിയ സിനിമകളിൽ ഇങ്ങനെ ലിസ്റ്റ് കുറച്ചുള്ളൂ, ഒരു 10 കുറവാണ്. അതിലേക്ക് ഒരു സിനിമ നമ്മുടെ മലയാളത്തിൽ നിന്ന് വരണം, വലിയ സിനിമ. അത് നമ്മൾ ഈ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് കിട്ടിയിട്ടില്ല. അതിന് മാത്രം ഒരു വലിപ്പം, അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റിന് ആ ഒരു വലിപ്പം ഇല്ലായിരുന്നു. അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിപ്പോൾ ഒരിക്കലും ഇന്ന രീതിയിൽ ഇന്ന സ്റ്റേറ്റിൽ കൊണ്ടു കൊടുക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ ഏറ്റെടുക്കാൻ പോകുന്നില്ല. ഇതിപ്പോൾ നമുക്ക് ലാലിസം, ആ ഒരു വൈബ്, അത് ഭയങ്കരമായിട്ട് ഉള്ളിൽ കിടക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. ചിലർക്ക് അത് നെഗറ്റീവ് ആവാം. അതായത് ഫുൾ ടൈം ലാലേട്ടൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, ഒരു സിനിമ രീതിയിൽ രസകരമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് ഹൈ മൊമെന്റ്സ് തരുന്ന ഒരു സിനിമ തന്നെയാണ് എമ്പുരാൻ. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അതായത്
എന്താ പറയാ, നമ്മൾ ഓവറായിട്ടുള്ള, ഇപ്പൊ നമുക്കൊക്കെ പറ്റിയൊരു സംഭവം അതാണ്. നമ്മള് വലിയ സിനിമയായിരിക്കും എന്ന് പറഞ്ഞ പ്രതീക്ഷ പോയി. അതായത് വലിയ മറ്റുള്ള ഇൻഡസ്ട്രിയുടെ മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരു വലിയ സിനിമയായിരിക്കും ചിന്തിച്ചാൽ പോയത്. അതിൽ കാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള സംഭവങ്ങളും നമ്മൾ കേട്ട സംഭവങ്ങളും വളരെ തെറ്റായിരുന്നു. അതിന്റെ കുറ്റബോധം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ഞങ്ങൾ റീച്ചിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നല്ല. അതായത് ഈ രജനീകാന്ത്, മമ്മൂട്ടി, കമൽഹാസൻ, അത് റീച്ചിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്രെഡിറ്റ് പോകുന്നത് നമുക്കറിയാലോ. ഞങ്ങൾ അങ്ങനെ ചെയ്തതല്ല, ഞങ്ങൾ അറിഞ്ഞ് അങ്ങനെ തന്നെ ഉണ്ട് എന്ന് കരുതി തന്നെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് പറഞ്ഞതാണ്. അത് അങ്ങനെ ചുമ്മാ പറയാനായിരുന്നെങ്കിൽ അതിന്റെ ഒരു 5-6 ദിവസങ്ങൾക്ക് മുന്നേ മമ്മൂക്ക സിനിമയിലുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റൂമറുകൾ വരുന്നുണ്ട്. അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് അത്രയും ഒരു 80% വിശ്വസിക്കാൻ പറ്റുന്നിടത്തുനിന്ന് ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ കാര്യം അറിഞ്ഞത്. അതെ, അത് ഇപ്പോൾ ആള് പറയുന്നത് എന്താണെന്നറിയോ? അതായത് എടാ ഞാൻ പോലും ഈ അതായത് ഇപ്പം നടക്കുന്ന ഈ ഡീഗ്രേഡിങ് സംഭവമല്ലേ, അത് മുൻപേ പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ഞാൻ പോലും നിങ്ങൾ പോലും പെട്ടുപോയതാണെന്നൊരു സംശയം എനിക്കുണ്ടെന്ന് പറഞ്ഞത്. സത്യം. അതായത് ഈ സിനിമയെ തകർക്കാൻ ഇത് ഇത്രയും വലിയ രീതിയിലേക്ക് മാറ്റുന്ന ഒരു ലെവലിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അത് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയാനുള്ള ഒരു സോഴ്സ് അത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി കണ്ട് വിശ്വസിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, ഞങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും സത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ ആളിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഞങ്ങളത് വിശ്വസിച്ച് പോകും. ഇല്ലേ? അതിൽ സത്യം. ഇപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾ പറയാത്ത പലതും സത്യമായിട്ടുണ്ട് ആൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഡോൺലിയുടെ കാര്യം അത് കറക്റ്റായിരുന്നു. ഡോൺലിക്ക് പകരം അവിടെ അതുപോലെ ഒരു ക്യാരക്ടർ വന്നു. പക്ഷെ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മറ്റൊരു സംഭവം അവിടെ നടന്നിട്ടില്ല. അത് ശരിക്കും കരുതിക്കൂട്ടി മനഃപൂർവ്വം ഈ സിനിമയെ തകർക്കാനായിട്ട് വേറൊരു ടീം എത്തിച്ച് അതിൽ പെട്ടുപോയതാണ്. അത് എനിക്കും അതിനോട് തന്നെയാണ് യോജിപ്പുള്ളത്. കാരണം അതുവരെ ഇല്ലാത്ത ഒരു റൂമറായിരുന്നു ആ സാധനം. അത് നമ്മളറിഞ്ഞു, നമ്മോട് പറഞ്ഞത് എക്സ്ക്ലൂസീവാണ്, ചെയ്തോ എന്ന് നമുക്കും നമ്മൾ അത്രയും ചോദിച്ചതാണ്. ഇത് ഉറപ്പാണോ, നമുക്ക് പിന്നെ അതിൽ അപ്പോഴും നമ്മൾ ആ വീഡിയോയിൽ തന്നെ അപ്പോഴും പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ നുണയാണെന്ന് പറയുന്നത് അത് പറഞ്ഞിടാൻ തന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ടല്ലല്ലോ അവരും നമ്മളും ഒന്നും പറയുന്നത്. ഇതൊക്കെ ഇൻഫർമേഷൻ, ഇന്ന രീതിയിൽ ഇൻഫർമേഷൻ കിട്ടുന്നു. അത് ശക്തമായ വിശ്വസിക്കാൻ പറ്റിയ ചില ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് നമുക്ക് പാസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അതിൽ പോലും ശരിക്കും ഈ സിനിമ, ഇത്രയും വലിയൊരു സിനിമ വേറെ ലെവലിൽ ഒരുങ്ങണ്ട, അങ്ങനെ ഒരു സിനിമ ഇവിടെ വിജയിക്കണ്ട എന്ന് ആദ്യമേ ആരൊക്കെയോ മുൻകൂട്ടി ഉറപ്പിച്ചിരുന്നു. അതിൽ പെട്ടുപോയി എന്നുള്ളത് തന്നെയാണ്. ആ പ്ലാനിങ്ങിൽ നമ്മളും അറിയാണ്ട് പെട്ടുപോയത് തന്നെ. നമുക്ക് എന്തായിരുന്നു അറിയോ, നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ചിന്തിച്ചിട്ടില്ല. അതായത് ഇതിന് ഇങ്ങനത്തെ ഒരു ഡീഗ്രേഡിങ്ങോ അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ഡീഗ്രേഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും. പിന്നെ അത് മാത്രമല്ല, ഇതൊക്കെ സത്യമാകുമെന്നാണ് കരുതിയത്. കാരണം ഒരിക്കലും മലയാള സിനിമയുടെ വലുത് എന്നുള്ളതല്ല, ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിൽ നിന്ന് വലിയ സിനിമ ഇതായിരുന്നു. അതിന് അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോകും. കാരണം ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെതായ സാധ്യതകൾ കണ്ടപ്പോൾ തീർച്ചയായും ഞങ്ങൾ അങ്ങനെ കരുതിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ. ഇത് എത്ര പറഞ്ഞാലും അത് തെറ്റ് എന്തായാലും മാറിപ്പോകും. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഈ രീതിയിൽ, അതായത് മലയാളത്തിൽ നിന്ന് ലാലേട്ടൻ ഒരു വലിയ വിജയം കൊണ്ടുപോകണ്ട എന്ന് തീരുമാനിച്ച് ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാണ്. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. മലയാളികൾ അത് ശരിയായ രീതിയിൽ കണ്ടോളും. അതിന് ഒറ്റ ഉത്തരവുള്ളൂ, തൂക്കുന്നു പറഞ്ഞാൽ തൂക്കിയിരിക്കും. എന്തായാലും തൂക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച വലുപ്പമില്ല എന്നുള്ളതിന് ഈ സിനിമ മോശമാണ് എന്നർത്ഥമല്ല, ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. എന്തായാലും ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയാണിത്, തീർച്ചയായിട്ടും. കാരണം അങ്ങനത്തെ രീതിയിലാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിൽ പിന്നെ ഓരോന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും പറയാനില്ല. ഇതിനകത്ത് ഈ രാഷ്ട്രീയം ഇതിനകത്ത് അത് പറഞ്ഞതുകൊണ്ട് ഈ സിനിമ മോശമാണെന്ന് പറയുന്നവരോട് നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിന്റെ മുകളിലേക്ക് ഒന്നുമില്ല. പോയി ഇരുന്ന് സിനിമ കാണുക. ശരിക്കും ഈ സിനിമയിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള, ഏറ്റവും സൂപ്പറായിട്ടുള്ള, നമ്മൾ ഉദ്ദേശിച്ച വലുപ്പം ഫീൽ ചെയ്ത സിനിമ ഒരു ഭാഗം അത് ഈ സംഭവമായിരിക്കും. തീർച്ചയായിട്ടും അതിനകത്ത് കൂടി കൊടുക്കുന്ന മെസ്സേജ് ആണെങ്കിലോ അബ്ബാര മെസ്സേജ് തന്നെയാണ് കൊടുക്കുന്നത്. അത് രാഷ്ട്രീയ ജാതി ഭേദമന്യേ അത് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. അത് ഏത് രാഷ്ട്രീയക്കാരോടും പറയാനുള്ള മെസ്സേജ് അതിനകത്തുനിന്ന് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ സിനിമ കണ്ടാൽ അറിയാം എല്ലാ വിഭാഗക്കാരെയും
ഒരേ രീതിയിൽ കൊട്ടുന്നുണ്ട്. അതെ, ഒരാളെയും വിട്ടിട്ടില്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഭയങ്കര സംഭവം അല്ലെങ്കിൽ നല്ല സംഭവമാണെന്നല്ല, എല്ലാവരിലും ഉള്ള പ്രശ്നങ്ങൾ തന്നെയാണ് വിളിച്ചു പറയുന്നത്. അതിൽ ഒരു വിഭാഗത്തിന് മാത്രം ഇങ്ങനെ ഇത് പൊട്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അതിനകത്ത് പറയുന്നത് ഈ പാർട്ടിയുടെ കാര്യത്തിൽ പറയുമ്പോഴും IUF കാര്യം പറയുന്ന സമയത്താണെങ്കിലും അതിനകത്തെ പുഴുക്കടീനെയാണ് എടുത്തു പറയുന്നുണ്ട്, പിന്നെ ആ ടീമിനെ കുറിച്ച് പോലും. ആ പുഴുക്കടിയിലെ ഏറ്റവും വലുതല്ലേ അതിൽ ടോവിനോ ചെയ്ത കഥാപാത്രം. അതെ, അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ അത് എടുത്ത് കാണിക്കണ്ട. അപ്പൊ ആ പാർട്ടിക്കാര് ഇറങ്ങണ്ടേ? അങ്ങനത്തെ ഒരു പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അവർക്കും മോശമാണല്ലോ. അതായത് ഇവര് രണ്ടുപേരും ഇപ്പൊ ഒന്ന് എല്ലാവരും ഒരേപോലെയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അവിടെയാണ് മഞ്ജുവാര്യന്റെ ക്യാരക്ടറിന്റെ ആള് പറയുന്ന ആ ഡയലോഗ് ലാസ്റ്റ് സംഭവിക്കുമ്പോൾ ആള് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പ്രതിഷേധിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരതാമ്മയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, കൂച്ചുഫലം കിട്ടുന്ന സംഭവം. അത് ഒരിക്കലും അത് ഒരു പാർട്ടീനെ മാത്രം ഉദ്ദേശമല്ല. ഇതുവരെ ഇന്ത്യയിൽ ഏതൊക്കെ പാർട്ടികൾ ഉണ്ടായിരുന്നു അവരെല്ലാരെയും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അല്ലാണ്ട് ഒരാളെ മാത്രം ഉദ്ദേശമല്ല. അങ്ങനെ ചിന്തിച്ച് ഈ ഡീഗ്രേഡിങ് നടത്തുന്നവരോട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അത് അവര് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്നേ പറയാനുള്ളൂ, നടക്കൂലത്, അത് ഇവിടെ ചെലവാകില്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. പോവല്ലേ? ബൈ.